നമസ്കാരം. വെൽക്കം ടു ഗീതാസ് ഭക്തി ഗീതം. വൺ ഡേ വൺ ശ്ലോകം. ശ്രീമദ് മഹാഭാഗവതം 1046th day. Today 54th ശ്ലോക of പ്രഥമസ്കന്ധം 13th chapter. For details please see the description box. ഗീതാസ് ഭക്തി ഗീതം ഒരു ദിവസം ഒരു ശ്ലോകം. ശ്രീമദ് മഹാഭാഗവതം ഇന്ന് 1046 ദിവസം. പ്രഥമസ്കന്ധത്തിലെ 13ാമത്തെ അധ്യായത്തിലെ 54ാമത്തെ ശ്ലോകം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമ. ഹരിശ്രീ ഗണപതയേ നമ. അവിഘ്നമസ്തു ശ്രീ ഗുരുഭ്യോ നമ. ഓം തത്സത്. കൃഷ്ണം നാരായണം വന്ദേ. കൃഷ്ണം വന്ദേ വ്രജപ്രിയം. കൃഷ്ണം ദ്വൈപായനം വന്ദേ. കൃഷ്ണം വന്ദേ പൃഥാസുതം. ശ്രീപരമാനന്ദനാഥനായ ദ്വൈതദീപമായി മോക്ഷേക്ഷു വൃന്ദമന്ദാരമായി കാരുണ്യവാരിധിയായി വിഭൂദേശനാം നാരായണൻ മമ മന്ദത മാറ്റണം. ഓം തത്സത്. ഓം. ശ്രീമദ് മഹാഭാഗവതം പ്രഥമസ്കന്ധത്തിലെ 13ാമത്തെ അധ്യായത്തിലെ 54ാമത്തെ ശ്ലോകം. 54-55 ശ്ലോകങ്ങൾ ഒരുമിച്ചാണ് അർത്ഥം വരുന്നത്. എങ്കിലും ഓരോ ശ്ലോകം പാരായണം ചെയ്തതിനാൽ ഓരോ ശ്ലോകത്തിൻ്റെ അർത്ഥം പറയേണ്ടതായിട്ടുണ്ട്. ഓം തത്സത്. വിജ്ഞാനാത്മനി സംയോജ്യ ക്ഷേത്രജ്ഞേ പ്രവിലാപ്യതം ബ്രഹ്മണ്യാത്മാനമാധാരേ കടാംബരമിവാംബരേ. ഓം തത്സത്. വിജ്ഞാനാത്മനി സംയോജ്യ ക്ഷേത്രജ്ഞേ പ്രവിലാപ്യതം ബ്രഹ്മണ്യാത്മാനമാധാരേ ഗഡാംബരമിവാംബരേ. ഓം തത്സത്. അതായത് പറയുകയാണ്, പദം പിരിക്കേണ്ടത്. വിജ്ഞാനാത്മനി സംയോജ്യ ക്ഷേത്രജ്ഞേ പ്രവിലാപ്യതം ബ്രഹ്മണ്യ ആത്മാനം ആധാരേ ഗഡാംബരം ഇവ അംബരേ. ഇങ്ങനെയാണ് പദം പിരിക്കേണ്ടത്. അതായത് വിജ്ഞാനാത്മനി, വിജ്ഞാനരൂപമായ ആത്മാവിനെ, അതായത് ബുദ്ധിയിൽ യോജിപ്പിച്ചിട്ട് ക്ഷേത്രജ്ഞനിൽ, അതായത് ദൃഷ്ടാവിൽ പ്രവിലാപ്യ ലയിപ്പിച്ചിട്ട് തത്വമാണ് പറയുന്നത്. ബ്രഹ്മണ്യം എന്ന് പറഞ്ഞാൽ ബ്രഹ്മത്തിൽ, തം ച അവനെയും, അതായത് ക്ഷേത്രജ്ഞനെയും, ആധാരേ ബ്രഹ്മണി ആശ്രയം എന്നുള്ള ആ ബ്രഹ്മത്തിൽ, ഭഗവാനിൽ, ഘടാംബരം ഘടാകാശത്തെ, അംബരേ ഇവ ആകാശത്തിൽ എന്ന പോലെ, പ്രവിലാപ്യ ലയിപ്പിച്ചിട്ട്. അതാദ്യമേ പറഞ്ഞു. പ്രവിലാപ്യ ക്ഷേത്രജ്ഞ, അതായത് വിജ്ഞാനമാകുന്ന ആ ധ്യാനാദികളിലൊക്കെ ജയിച്ച്, പ്രാണായാമം മറ്റുള്ള ജിതശ്വാസം ജയിച്ച്, ജിതശ്വാസം, ജിതാസനം, പ്രത്യാഹൃത ഷഡീന്ദ്രിയം എന്നൊക്കെ പറഞ്ഞ് ഇവയൊക്കെ ജയിച്ചതിന് ശേഷം അവനവൻ്റെ ബുദ്ധിയെ ധ്യാനാദി പ്രവൃത്തികളിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ആ മനസ്സിനെ പോലും അഹങ്കാരത്തിൻ്റെ ഉപാധിയായ സ്ഥൂലദേഹത്തിൽ നിന്നും വിടർത്തി അറിവിൻ്റെ അംശമായിട്ടുള്ള ആ ബുദ്ധിയിൽ യോജിപ്പിച്ചിട്ട്, അതായത് ഭഗവാനിൽ യോജിപ്പിച്ച്, ഭഗവാൻ ലയത്തിന് വേണ്ടി ആ ബുദ്ധിയെ കൂടി അതിൽ നിന്നും എടുത്ത് ഉപസംഹരിച്ച് ദ്രഷ്ടാവായിരിക്കുന്ന ആത്മാവിൽ, ആ ബുദ്ധി പോലും ആരിലാണോ നിലനിൽക്കുന്നത് ആ ആത്മാവിൽ ലയിച്ചിട്ട് ആ ആത്മാവിലുള്ള ദ്രഷ്ടാവിനെ തന്നെ ശ്രദ്ധിച്ചു കൊണ്ടിരിക്കണം. അതായത് എല്ലാറ്റിൽ നിന്നും വിടർത്തി സത്വരജസ്തമോ ഗുണങ്ങളും എല്ലാ ഗുണങ്ങളും എല്ലാം ഇല്ലാതായിട്ട് ഒടുവിൽ ആ ഞാൻ എന്ന് പറയുന്ന എൻ്റെ ബുദ്ധി എന്നാണെന്നല്ലോ പറയാറ്. ആ ബുദ്ധിയെപ്പോലും ആ അതിൽ നിന്നും എടുത്ത് എൻ്റെ എന്ന് പറയുന്ന ആ ആത്മാവിലേക്ക് ലയിപ്പിച്ച് ആത്മാവിൽ തന്നെ ലയിച്ചിരിക്കണം. എപ്രകാരമാണോ ഘടാകാശം ഒരു ഘടത്തിലുള്ള, അതാണ് എല്ലാത്തിനും ഉദാഹരണമായിട്ട് പറയുന്നത്. ഘടാകാശം ഉടച്ചാൽ അത് എപ്രകാരമാണോ മഹാകാശത്തിൽ ലയിക്കുന്നത്, അമ്പരത്തിൽ ആകാശത്തിൽ ലയിക്കുന്നത്, അപ്രകാരം ആ
ശരീരത്തിൻ്റെ എല്ലാ ബോധവും ഇല്ലാതാക്കി ആ ഭഗവാനാകുന്ന ആത്മസ്വരൂപിയിലേക്ക് ലയിക്കണം. എല്ലാ ശരീരഗുണങ്ങളും ശരീരത്തിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും അടർത്തിയെടുത്ത് ബുദ്ധിയെയും മനസ്സിനെയും എല്ലാം ഇല്ലാതാക്കി ഒടുവിൽ ആ ആത്മാവ് മാത്രമേ ഉള്ളൂ. ആത്മാവിൽ എല്ലാം ലയിപ്പിച്ച് ആത്മാവിനെ അറിയണം. അതാണ് നാം പറയുന്ന നമ്മളെ അറിയുക എന്നുള്ള കാര്യം. അതായത് ബോധോദയം ഉണ്ടാവുക, ആത്മജ്ഞാനം ഉണ്ടാകുക എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ദർശിക്കുന്ന ജ്ഞാനികൾക്ക് ആത്മജ്ഞാനം ലഭിക്കുമ്പോൾ ആത്മോദയം, ബോധോദയം ഒക്കെ ഉണ്ടാകുന്നത് ഇങ്ങനെയാണ്. എല്ലാറ്റിൽ നിന്നും ലയിച്ച് ശരീരബോധം അശേഷമില്ലാതെ ശരീരമല്ല ഞാൻ, ആ ശരീരത്തിൻ്റെ ഉള്ളിലിരിക്കുന്ന ആത്മസ്വരൂപിയാണ്. ആ ദ്രഷ്ടാവിനെയും ഇല്ലാതാക്കി അതിൻ്റെ എല്ലാം മൂലസ്ഥാനമായ ആ ആത്മാവിൽ നാം ലയിക്കുന്നതിനെയാണ് ആത്മജ്ഞാനം എന്ന് പറയുന്നത്. ആത്മജ്ഞാനം ഉണ്ടാകുക വേണ്ടി അവർ കൊണ്ടിരിക്കുന്നു, അതിലവർ ലയിച്ചിരിക്കുന്നു എന്ന് പറയുകയാണ് ധർമ്മപുത്രരോട് നാരദ മഹർഷി. ശ്ലോകം ഒരിക്കൽ കൂടി, 2 ശ്ലോകങ്ങൾ ഒരുമിച്ച് അർത്ഥം വരുന്നതാണ്. അതിൻ്റെ ബാക്കി അടുത്ത ശ്ലോകത്തിൽ പറയുന്നുണ്ട്. 55-ാമത്തെ ശ്ലോകത്തിൽ വിജ്ഞാനാത്മനി സംയോജ്യ ക്ഷേത്രജ്ഞേ പ്രവിലാപ്യതം ബ്രഹ്മണ്യാത്മാനമാധാരേ ഘടാംബരമിവാംബരേ. ഓം തത്സത്. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. എല്ലാവരുടെയും നന്മയ്ക്കും ആയുരാരോഗ്യ സൗഖ്യത്തിനുമായി പ്രാർത്ഥിച്ചുകൊണ്ട് ശ്ലോകം ഭഗവാന്റെ തൃക്കാൽക്ക് സമർപ്പിക്കുന്നു. ഗീതാരാജൻ. താങ്ക് യു ഫോർ വാച്ചിങ്. ഓൾ ദ ബെസ്റ്റ്. ഹാവ് എ വെരി വെരി നൈസ് ഡേ. ഗോഡ് ബ്ലസ് യു. ദൈവം അനുഗ്രഹിക്കട്ടെ. എല്ലാവിധ സൗഭാഗ്യവും എല്ലാവർക്കും ഉണ്ടാകട്ടെ. ഓം തത്സത്.